കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തേ ബട്ടൂറിൻ്റെ വീഡിയോയിൽ വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് വന്ന് പറഞ്ഞേ ഇത് പൂരിയല്ലേ എന്ന്. ഇതെങ്ങനെ പൂരിയാവാ? ഇത്ര പെരുത്ത് ഇൻഗ്രീഡിയൻസ് എന്തിനാ പൂരി ഉണ്ടാക്കാൻ? നമ്മളൊക്കെ പൂരി ഉണ്ടാക്കണതേ ഇതേപോലെ ഗോതമ്പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ച് വയ്ക്കും. എന്നിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തോളൂ കേട്ടാ. ഇനി നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കൊണ്ടെടുക്കില്ലേ, ആ ഒരു ഉണ്ടനെ രണ്ടാക്കി എടുക്കണം. അതായത് വളരെ കുഞ്ഞു കുഞ്ഞു പൂരീസാട്ടാ ഞാൻ ഉണ്ടാക്കല്. ഇനി ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിമുക്കി പരത്തി ചുട്ടെടുക്കുക. ഞാൻ പിന്നെ പൊടിമുക്കി പരത്താനോ നിൽക്കലൊന്നുമില്ല. ഞാൻ നമ്മളുടെ ചപ്പാത്തി പ്രസ് ഇല്ലേ, അല്ലെങ്കിൽ പത്തിരി പ്രസ്, അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഈ ഓരോ ബോൾസ് വെച്ചിട്ട് അതിൻ്റെ അങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കലാണ്. ഇത് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ നൈസായി പോയാൽ ബലൂൺ പോലെ ഇതിങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല കേട്ടാ. ഇനി പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിലാണെങ്കിൽ നമ്മുടെ പൂരി കഴിക്കാനും ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു മയത്തിലൊക്കെ ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ, എനിക്ക് ഒരുപാട് കനം കുറഞ്ഞു പോകാത്ത രീതിയിൽ വരട്ടെ പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇത് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ അങ്ങോട്ട് വെന്തത് തോന്നിയാൽ ആ എണ്ണ അങ്ങോട്ട് മാറ്റി കൊടുത്തോളൂ കേട്ടോ. ആകെപ്പാടെ ഇച്ചിരി ഗോതമ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളം പിന്നെ ഇത് പൊരിക്കാനുള്ള ആ ഒരു എണ്ണയും ഇത്രയെല്ലാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. ബട്ടൂരൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? എന്നിട്ടാണ് എൻ്റെ ബട്ടൂരാനെ കണ്ടിട്ട് ഇത് പൂരിയാണോ എന്ന് ചോദിച്ചത് അല്ലേ. ആ ഒരു കമൻസ് ഒക്കെ കണ്ടപ്പോഴേ ശരിക്കും കുട്ടിമാമ ഞാൻ ഞെട്ടിമാവ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നിട്ട് എനിക്ക്. ഇതിൻ്റെ കറി എന്ന് പറഞ്ഞാലേ പനീർ മട്ടർ ബട്ടർ മസാല നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ, അതെന്നെ കുറേ പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.